2 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായാണ് മെസ്സിയും റൊണാൾഡോയുമില്ലാതെ ബാലൻഡിയോറിന്റെ ചുരുക്കപ്പട്ടിക പുറത്തുവന്നത്. മെസ്സിക്കും റൊണാൾഡോയ്ക്കും ശേഷമുള്ള അടുത്ത ഘട്ടത്തിലേക്ക് ഫുട്ബോൾ ലോകം കടക്കുകയാണെന്ന വ്യക്തമായ സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. ഇത്തവണ ബാലൻഡിയോർ പുരസ്കാരത്തിന് കടുത്ത മത്സരം തന്നെയാവും നടക്കുക. അർജന്റീനയുടെ ലൗറ്ററോ മാർട്ടിനസ്, ബ്രസീലിന്റെ റയൽ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ തുടങ്ങി പുരസ്കാരം നേടാൻ സാധ്യത കൽപ്പിക്കുന്നവരെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. റയൽ മാഡ്രിഡിന് 7 താരങ്ങളാണ് ആദ്യ 30 ഇടം നേടിയിരിക്കുന്നത്. വിനീഷ്യസ് ജൂനിയറിനും എംബാപ്പയ്ക്കും കാർവഗാലിനും പുറമെ ജൂഡ് ബെല്ലിംഗ്ഹാം, അന്റോണിയോ റുഡിഗർ, ഫെഡറിഗോ വൽവെർദെ എന്നിവരും പുരസ്കാരം നേടാനുള്ള പന്തയത്തിൽ മുന്നിലുണ്ട്. എന്നാൽ ഇത്തവണത്തെ ബാലൻഡിയോർ ആര് നേടുമെന്ന് പറയുകയാണ് റയൽ ഇതിഹാസവും മുൻ ബ്രസീൽ സൂപ്പർ താരവുമായിരുന്ന മാർസെലോ. ബാലൻഡിയോർ ഇത്തവണ വിനീഷ്യസ് ജൂനിയർ നേടുമെന്നാണ് മാർസെലോ അഭിപ്രായപ്പെടുന്നത്. മാർസെലോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സംഘാടകർ ഇത്തവണ പുരസ്കാരം വിനീഷ്യസ് ജൂനിയറിന് തന്നെ നൽകും. കാർവഹാൽ, ബെല്ലിംഗ്ഹാം, ക്രൂസ് എന്നിവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നും മാർസെലോ പറഞ്ഞു. വിനീഷ്യസ് തന്നെ ഇത്തവണ പുരസ്കാരം നേടുകയാണെങ്കിൽ കക്കയ്ക്ക് ശേഷം ബ്രസീലിയൻ മണ്ണിലേക്ക് ബാലൻഡിയോർ എത്തിക്കാൻ വിനീഷ്യസിന് സാധിക്കും. കഴിഞ്ഞ സീസണിൽ റയലിനൊപ്പം ലാലിഗയും ചാമ്പ്യൻസ് ലീഗും അടക്കമുള്ള കിരീടങ്ങൾ സ്വന്തമാക്കിയ വിനീഷ്യസ് 39 മത്സരത്തിൽ നിന്നും 24 ഗോളുകളും 11 അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.